Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Allahumma salli ala sayyidina Muhammadin wa ala ali sayyidina wa maulana Muhammad. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദുന്യാവിലും നാളെ ആഖിറത്തിലും എല്ലാവിധത്തിലുള്ള സന്തോഷങ്ങളും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ എപ്പോഴാണോ മരിക്കുന്നത്, ആ മരിക്കുന്ന സമയത്ത് നല്ല മരണം, നല്ല വാക്ക് പറഞ്ഞ് നല്ല ആളുകളുടെ ഇടയിൽ വെച്ച് മരണപ്പെടാൻ അള്ളാഹു താല അതിന് ശേഷം ഖബറാകുന്ന ലോകത്തിലേക്ക് ചെല്ലുമ്പോൾ സന്തോഷത്തോടു കൂടി നമുക്ക് അവിടെ കഴിയാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞിരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് സ്വഹാബിമാരിൽപ്പെട്ട ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് ഈ ഖബറിൽ വിജയിക്കണം. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഖബർ ഇങ്ങനെ ഇടുക്കുന്നത് പോലെയാണ് സ്വപ്നം കണ്ടത്. ഞാൻ വളരെയധികം പേടിച്ചു പോയി നബിയെ. ആ സമയത്ത് എനിക്ക് ഈ ഖബറിന്റെ അദാബിനെ തൊട്ട് രക്ഷ കിട്ടണം എന്നെനിക്ക് തോന്നി. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. നമ്മളിപ്പോ ഈ ഖബറിന്റെ അദാബിനെ തൊട്ട് രക്ഷ കിട്ടാൻ എന്ന ഒരു വീഡിയോ കണ്ടാൽ അതിൽ എല്ലാവരും കരുതുന്നത് അതിനിപ്പോ സൂറത്തുൽ മുൽക്ക് ഓതിയാ മതിയല്ലോ, അതല്ലേ ഉസ്താദ് പറയുന്നത് എന്ന് പലരും വിചാരിച്ചിട്ടുണ്ടാവാം. സൂറത്തുൽ മുൽക്ക് ഓതിയാൽ നമുക്ക് ഖബറിന്റെ ശിക്ഷയെ തൊട്ട് രക്ഷ കിട്ടും. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഖബറിന്റെ അദാബിനെ തൊട്ട് രക്ഷ കിട്ടുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ആ കാര്യമല്ല ഇവിടെ പറയുന്നത്, വേറെ നമുക്കറിയില്ലാത്ത 4 കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് പറയാം. അതിനു മുമ്പ് സൂറത്തുൽ മുൽക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഒരിക്കൽ നബിതങ്ങളും സ്വഹാബിമാരും യുദ്ധം കഴിഞ്ഞിങ്ങനെ വരുകയാണ്. യുദ്ധം കഴിഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് നബിതങ്ങൾ പറഞ്ഞു, നമുക്ക് ഇന്ന് ഇവിടെ കൂടിയിട്ട് നാളെ നമുക്ക് രാവിലെ നമുക്ക് മദീനയിലേക്ക് പോവാം. അങ്ങനെ അവരെ കണ്ട ഒരു സ്ഥലത്ത്